തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്നേറ്റം നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ക്യാമ്പ് വയനാട്ടിൽ നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വിജയം കൈവരിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത്. വി.ഡി. സതീശനോടും സുധാകരനോടും ഒക്കെ. അങ്ങനെയാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുന്നത്. ഈ വയനാട്ടിലെ കോൺഗ്രസിന്റെ ക്യാമ്പ് തമ്മിൽ തല്ലി പിരിയുന്ന അവസ്ഥയിലാണ്. രണ്ടുപേർ പോർ വിളിച്ച് നിൽക്കുന്നു. ഒരാൾ ടി.എൻ. പ്രതാപൻ, തൃശൂരിലെ മുൻ എം.പി. ടി.എൻ. പ്രതാപൻ. മറ്റൊരാൾ കെ. മുരളീധരൻ, കരുണാകരന്റെ പുത്രനും വടകര മുൻ എം.പിയും നമ്മുടെ തൃശൂരിൽ നിന്ന് തോറ്റുപോയ വ്യക്തിയുമായ കെ. മുരളീധരൻ. കെ. മുരളീധരനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ പറയുന്നത് തൃശൂരിലെ ഇലക്ഷൻ ഫണ്ട്, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ഒരു ഫണ്ടുണ്ട്, ആ ഫണ്ട് കെ. മുരളീധരൻ അടിച്ചുമാറ്റി എന്നാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള കാശില്ലായിരുന്നു എന്നാണ്. അത്രയും ക്രൂരതയാണ് മുരളീധരൻ കോൺഗ്രസിനോട് കാണിച്ചത് എന്നാണ്. എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ തന്റെ തലയിൽ കൊണ്ടിടാൻ മുരളീധരൻ ശ്രമിച്ചു എന്നാണ്. ഗുരുതരമായ ആരോപണമാണ്. കോൺഗ്രസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫണ്ട് മുരളീധരൻ അടിച്ചു മാറ്റിയെന്നാണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്. ശക്തമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. തൃശൂരിൽ ടി.എൻ. പ്രതാപനാണ് നിന്നിരുന്നെങ്കിൽ ഇത്ര ഗതികേടിലേക്ക് കോൺഗ്രസ് പോവില്ല എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസുകാർ ഉണ്ട്. ടി.എൻ. പ്രതാപൻ നിന്നിരുന്നെങ്കിൽ നല്ലൊരു ഫൈറ്റ് എങ്കിലും കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് തൃശൂരിൽ ഒരു ഫൈറ്റും കാഴ്ചവെക്കാൻ പറ്റിയില്ല. സുരേഷ് ഗോപി വിജയിച്ചു കയറി, വി.എസ്. സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തെത്തി, കെ. മുരളീധരൻ ദയനീയമായി മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. മൂന്നാം സ്ഥാനത്തെത്തിയ ശേഷം കെ. മുരളീധരന്റെ വാക്കുകൾ പലതും പ്രതാപനെ ഉന്നം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ. താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് കെ. മുരളീധരൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രതാപൻ മുരളീധരനെതിരെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. മുരളീധരൻ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് മുരളീധരൻ അടിച്ചുമാറ്റി. കോൺഗ്രസ് പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടാത്തതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നിർജീവമായി മാറി, അല്ലെങ്കിൽ നിർജീവരായി മാറി. ഇങ്ങനെയാണ് മുരളീധരൻ അവിടെ തോറ്റത്. ഈ മുരളീധരൻ ഫണ്ട് അടിച്ചുമാറ്റിയെന്ന് ടി.എൻ. പ്രതാപൻ പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. മുരളീധരനെതിന് മറുപടി പറയേണ്ടി വരും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. തൃശൂരിൽ രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ല പാവപ്പെട്ട മുരളീധരന്. മറ്റൊന്ന്, ടി.എൻ. പ്രതാപൻ മുരളീധരനെതിരെ ഇത്ര ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു. താൻ തോറ്റതിന് കാരണം ടി.എൻ. പ്രതാപനാണെന്ന് മുരളീധരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിനെതിരെ ശക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ഫണ്ടും വെട്ടിച്ച് പ്രവർത്തകർക്ക് പൈസയും കൊടുക്കാതെ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കും? ഈ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വയനാട്ടിലെ തണുപ്പിൽ, വയനാട്ടിലെ മഴയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃയോഗം വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥ കാരണം അവരും വന്നില്ല. എന്തായാലും പോർ വിളിച്ച് മുരളീധരനും ടി.എൻ. പ്രതാപനും നിൽക്കുന്നു. ടി.എൻ. പ്രതാപൻ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. താൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റിട്ടുണ്ട്. അന്ന് തന്നെ കാണാൻ, തന്റെ വീട്ടിൽ നിന്ന് കാണാൻ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും തയ്യാറായില്ല. തനിക്കില്ലാത്ത എന്തു ഗുണമാണ് മുരളീധരനുള്ളത്? മുമ്പ് കോൺഗ്രസ് പുലർത്തിയ ഗുണമോ? മുരളീധരന്റെ വീട്ടിൽ പോയി കോൺഗ്രസുകാർ കാവൽ നിൽക്കുന്നത് വളരെ മാനക്കേടാണ്. അതും കൂടി പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹം. എന്തായാലും ലോക്സഭാ ഇലക്ഷന്റെ മിന്നുന്ന വിജയത്തിന് ശേഷം കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തൊക്കെ ചെയ്യണം എന്ന് മാർഗരേഖ ഉണ്ടാക്കാൻ വേണ്ടി വയനാട്ടിൽ നടത്തിയ യോഗം അടിച്ചു പിരിഞ്ഞു.